ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ സ്റ്റേഷൻസ് ഉണ്ടാക്കുന്നതാണ്. ടെസ്റ്റ് ട്യൂബ് പ്രൊപ്പഗേഷൻ സ്റ്റേഷൻസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ. ടെസ്റ്റ് ട്യൂബിന് പകരം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ട്യൂബ് ലൈറ്റ് ഇല്ലേ, അതിൻ്റെ പീസസ് ആണ്. അപ്പോൾ ഇത് കോർണറിലുള്ള പീസാണ്. അപ്പോൾ ഇങ്ങനത്തെ പീസാണെങ്കിൽ നമുക്കതിൻ്റെ ഹോൾ അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മിഡിൽ പീസസ് ഒക്കെ ആണെങ്കിൽ വെള്ളം ഹോൾഡ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു സൈഡ് ക്ലോസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഒരു അടപ്പ് പോലെ ഒരു ക്ലോഷർ ആക്കി എടുക്കുവാണ്. എന്നിട്ട് ഇതിനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് തന്നെ അതിൻ്റെ ഒരു സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും വെള്ളത്തിന് ലീക്കേജ് വരില്ല. ലീക്കേജ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗ്ലൂ ഗണ്ണ് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ DIY ടെസ്റ്റ് ട്യൂബ്സ് ഒക്കെ റെഡിയാവും. ട്യൂബ് ലൈറ്റ്സ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു ബോട്ടിൽസ് ഒക്കെ ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആയാലും കുഴപ്പമില്ല, അതുപോലെ ഗ്ലാസ് ബോട്ടിൽസ് ആയാലും കുഴപ്പമില്ല. ഒരു കുഞ്ഞെടുക്കാൻ നോക്കുക, ഒരുപാട് വലുതെടുക്കാതെ ഇതുപോലത്തെ കുഞ്ഞൊക്കെ സെലക്ട് ചെയ്യുക. ഇനി പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫേക്ക് ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് വയ്ക്കാനും അതുപോലെ അതിനൊന്ന് ഡിസ്പ്ലേ ചെയ്യാനെന്ന രീതിയിൽ ഒരു ഫ്രെയിം പോലെയാക്കി കട്ട് ചെയ്തെടുത്തു ഇതുപോലെ. അപ്പോൾ അതേ ഫൈനൽ ലുക്ക് ഇതുപോലെ ഇരിക്കും. ഇനി ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. കവറില്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടില്ലേ ഒരു പാക്കറ്റ്, അപ്പോൾ അതിന് ഇതിൻ്റെ ഓരോ ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുത്തു ഇതിനെ കവർ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം ഡയറക്റ്റ് ആയിട്ട്, കുഴപ്പമില്ല. സോ ഞാൻ ആ കാർഡ്ബോർഡ് ബോക്സ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തു. എവറി നോക്ക് ആൻഡ് കോർണർ കവർ ചെയ്തെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവരും വുഡിലൊക്കെയാണ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയതാണ്. കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഇത്ര ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് ഇത്ര ഭംഗിയിലൊക്കെ കിട്ടി. ഇനി ഇതുപോലെ തെർമോകോൾ പീസിൽ ഉണ്ടാക്കുന്ന കാണിക്കാം. ഇവിടെ എനിക്കിപ്പോൾ ഒരു ഫുൾ പീസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് തെർമോകോൾ പീസ് ഒരേപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചാലും മതി. നല്ല എളുപ്പമാണ്. ഇനി ഇത് പെയിൻറ് കൂടെ ചെയ്താൽ മതി. ഇപ്പോൾ പെയിൻറ് ഇല്ലയെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലെ കവർ ചെയ്തെടുത്താൽ മതി. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഐറ്റംസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഐറ്റംസൊക്കെ വെച്ച് ചെയ്ത് നോക്കാം ഇതൊക്കെ. അടുത്ത് കാണിക്കുന്നത് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു പ്രൊപ്പഗേഷൻ സ്റ്റേഷനാണ്. തെർമോകോളിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ തെർമോകോൾ ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് യൂസ് ചെയ്യാം. ഞാനിത് ചെയ്തത് 2 ഗ്ലാസ് 2 സെപ്പറേറ്റ് ഫ്രെയിമിൽ ഇരിക്കുന്ന പോലത്തെ ഒരു സ്ട്രക്ചറിലാണ്. സ്ട്രക്ചറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഇനി ഇത് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ ഇത്രയേ ഉള്ളൂ. 2 ചെറിയ ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതാണിത്. പെയിൻറ്റിംഗ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ യെല്ലോ പോൾക്ക ഡോട്ട്സും ഗ്രീൻ പോൾക്ക ഡോട്ട്സും ആണ് ഇട്ട് കൊടുത്തത്. ഇതിലിങ്ങനെ റൂട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഗ്ലാസ് അല്ലേ എടുത്തത്, അപ്പോൾ കുറച്ച് ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ കുറേ പ്ലാന്റ് വെച്ച് കൊടുത്തത്. ഒരേ ടൈപ്പ് പ്ലാന്റ് തന്നെ ഇങ്ങനെ ഒരുപാട് വെച്ച് കൊടുത്താലും ഭംഗിയൊക്കെ ഉണ്ടാവും. ഇനി അടുത്ത് കുറച്ച് ലെങ്ത് ഉള്ളൊരു ഒറിസോണ്ടൽ കാർഡ്ബോർഡ് ബോക്സിൽ ഉണ്ടാക്കുന്ന കാണിക്കാം. ആദ്യം ഞാൻ ഇതിനെ സ്പോഞ്ച് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തു. പക്ഷേ അതിന് വലിയ ഭംഗി ഉണ്ടായില്ല. പിന്നെയാണ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ പാക്കറ്റ് കൊണ്ട് കവർ ചെയ്തത്. ഇത് ഞാൻ ചെയ്തത് ഈ ഒരു ബോട്ടിൽസിൻ്റെ ബേസിൻ്റെ സൈസിൽ ഓരോ ഹോൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ ഹോളിലേക്ക് ഈ ബോട്ടിൽസ് ഇറക്കി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്. ഇനി അടുത്ത് സോപ്പിൻ്റെ ബോക്സിൽ ഉണ്ടാക്കുന്ന കാണിക്കാം. അതും ഇതുപോലെ ഒരു ഫ്രെയിം പോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തു. അതിലോട്ട് ചെറിയ ബോട്ടിലോ അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലത്തെ ടെസ്റ്റ് ട്യൂബോ ഇറക്കി വെക്കാം കേട്ടോ, ഇങ്ങനെ ചെറുത്. അടുത്തത് ഒരു ചെറിയ കുഞ്ഞ് ടെസ്റ്റ് ട്യൂബ് വയ്ക്കാൻ കഴിയുന്ന ഒരു സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു തെർമോകോളിൻ്റെ പീസാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഏത് സൈസിലാണോ വേണ്ടതെന്നുള്ളത് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ പെയിൻറ്റ് ചെയ്ത് അതിലോട്ട് ടെസ്റ്റ് ട്യൂബ് ഇറക്കി വയ്ക്കാം. ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ കുഞ്ഞു ബോട്ടിൽസിനെ ആയാലും ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്തെടുക്കാം നമുക്ക്.
അടുത്ത് കാണിക്കുന്നത് ഒരു തെർമോകോളിൻ്റെ പീസ് വെച്ചിട്ടുള്ളതാണ്. ഇതിലിപ്പോൾ 2 പീസ് ടെസ്റ്റ് ട്യൂബ് വയ്ക്കാൻ കഴിയും. അപ്പോൾ ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നേരത്തെ പോലെ ബോട്ടിലോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബോ ഇറക്കി വയ്ക്കാം. പിന്നെ ചിലപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബ് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ച് വയ്ക്കാം, ഇല്ലെങ്കിൽ വല്ല പേപ്പറോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതൊന്ന് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം ഇതിൻ്റെ ഒരു ഓപ്പണിങ് അത്ര സ്മൂത്ത് അല്ലല്ലോ. സ്മൂത്തായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് കുറച്ച് പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ ഉണ്ടാക്കുന്നതാണ് നമ്മളിന്ന് കണ്ടത്. ഇതെല്ലാം നമുക്ക് ഒരു ടേബിൾ ടോപ്പിൻ്റെ പുറത്തോ ഓഫീസ് പ്ലാന്ററായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് പ്ലാന്റിനെ ഡിസ്പ്ലേ ചെയ്തൊക്കെ വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.